ഓസ്ട്രേലിയയിലെ ഏജ് കെയർ വേക്കൻസീസ് എത്രത്തോളം ഹൈ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓസ്ട്രേലിയയിൽ ഒരുപാട് ഏജ് കെയർ സെൻ്ററുകളുണ്ട്. എല്ലാ സ്ഥലത്തും എല്ലാ സ്റ്റേറ്റിലും ഒരുപാട് ഏജ് കെയർ സെൻ്ററുകളുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ഒരു സ്റ്റൈൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 18 വയസ്സാകുമ്പം കുട്ടികളെല്ലാം സ്വതന്ത്രരാവുകയാണ്. അതുപോലെ തന്നെ ഈ ഹസ്ബൻഡ് ആൻഡ് വൈഫും അവരും സ്വതന്ത്രരാണ്. അപ്പോൾ അവർ ഭൂരിഭാഗം ആൾക്കാരും അവരുടെ പ്രായാധിക്യത്തിൽ ഒന്നില്ലെങ്കിൽ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയെങ്കിലും വലിയൊരു ഒരു 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 വീടും കുറച്ച് സ്ഥലങ്ങളൊക്കെ മേടിച്ച് കുറച്ച് ആടുകളൊക്കെ വളർത്തി അങ്ങനെയൊക്കെ ജീവിക്കുന്നവരുണ്ട്. എൻ്റെ ബോസൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ബോസ് ജിം ജാസ്പർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹമൊക്കെ അങ്ങനെ ജീവിക്കുന്ന ആളാണ്. ചിലർ ഏജ് കെയറുകളിൽ പോകുന്നവരുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ നിന്നൊക്കെ പ്രത്യേകിച്ച് മലയാളി നേഴ്സുമാരൊക്കെ ഇവിടെ നിന്ന് ഓസ്ട്രേലിയയിൽ പോകുമ്പോൾ ഭൂരിഭാഗം പേരും ജോലി ചെയ്യുന്നത് ഏജ് കെയറിലാണ്. അതിനൊരു സെപ്പറേറ്റ് ഒരു കോഴ്സ് ഉണ്ട് അവിടെ. ഏജ് കെയറിൻ്റെ ഒരു കോഴ്സ് ഉണ്ട്. ആ കോഴ്സ് ചെയ്തിട്ട് ആ ഏജ് കെയറിൽ ജോലി ചെയ്യുന്നവരാണ് ഭൂരിഭാഗം ഉള്ളത്. ആ ഏജ് കെയറിൽ നല്ല ശമ്പളമുണ്ട്. കാരണം വലിയ പ്രായമായ ആൾക്കാരെ സംരക്ഷിക്കലാണ്. ഭയങ്കരമായിട്ട് മെഡിസിനായിട്ട് ബന്ധപ്പെട്ട വർക്കൊന്നും ഉണ്ടാവില്ല. പിന്നെ ഓസ്ട്രേലിയയിലെ ഒരു കൾച്ചർ അനുസരിച്ച് ഇഞ്ചക്ഷൻ ചെയ്യണമെങ്കിൽ ഡോക്ടറിനെ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മുടെ ഇവിടെ പോലെ നേഴ്സിനോ അറ്റൻഡർക്കോ ഒക്കെ ഇഞ്ചക്ഷൻ ചെയ്യണ പരിപാടിയൊന്നും അവിടെ ഇല്ലാതെ ഡോക്ടറിനെ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഏജ് കെയറായിട്ട് ബന്ധപ്പെട്ട വർക്കേഴ്സിന് അവർക്കൊരു പ്രായമുള്ള ഏജ് കെയറിൽ അവിടുത്തെ അന്തേവാസികൾക്ക് എന്തൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റുമോ അതിന് വളരെ കൃത്യമായ ഒരു കോഴ്സ് ഓസ്ട്രേലിയൻ ഗവൺമെൻറ് ഉണ്ടാക്കുകയും അത് ഇവരെ കൊണ്ട് പഠിപ്പിക്കുകയും അത് പാസ്സാവുകയും ചെയ്തവർക്കാണ് ഈ ഏജ് കെയറിലൊക്കെ വർക്ക് ചെയ്യാൻ പറ്റുക. പക്ഷേ ഏജ് കെയറിൽ നല്ല സാലറിയും നല്ല സംവിധാനങ്ങളാണ് ഓസ്ട്രേലിയയിൽ കണ്ടുവരുന്നത്.